ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു കുട്ടി വീഡിയോ ആണ്. വീഡിയോ മറ്റൊന്നുമല്ല, ഐശ്വര്യം കൊണ്ട് ഞാൻ വൈകുന്നേരം സൈക്കിൾ ഓടിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണ്. സോ ഏറ്റവും വലിയ ടാസ്ക് എന്താ പറയുക, സൈക്കിൾ ഓടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ വഴിയൊക്കെ ഞാൻ ആ സൈക്കിൾ എടുത്ത് നടക്കണം. അവൾ ചവിട്ടൂല, മാത്രമല്ല ആ വഴിയിൽ ചവിട്ടാനും പറ്റില്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. സോ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ താഴേക്ക് കല്ല് കെട്ടി കിടക്കുകയാണ്. സോ എന്തായാലും ഞാനത് എടുത്തേ പറ്റൂ. പക്ഷേ ഞാനൊരു ബലവാനായതുകൊണ്ട് അത് നിസ്സാരമായി കൈകാര്യം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എൻ്റെ മോള് കണ്ട താഴെന്ന് എന്നോട് ഉമ്മ ഞാൻ എടുക്കണമെന്ന് ചോദിച്ചിട്ട് അവൾ സഹായിക്കണം എന്നുള്ള മെൻറ്റാലിറ്റി ഉണ്ട്, അതൊക്കെ മനസ്സിലായി. അങ്ങനെ വേണ്ട, അവസാനം നിന്നെയും സൈക്കിൾ രണ്ടും കൂടെ ഞാൻ എടുക്കേണ്ടി വരും തോന്നുന്നു. എനിക്ക് അങ്ങനെയും പറഞ്ഞിട്ട് ഞാൻ തന്നെ എങ്ങനെയല്ലോ അത് താഴേക്ക് ഇറക്കി. പൊതുവേ ഞാൻ തന്നെയാണ് താഴേക്ക് ഇറക്കൽ. അത്യാവശ്യം വെയിറ്റ് ഉണ്ടത്. പിന്നെ ഇങ്ങനെ കാണുന്നത് താഴെ കണ്ടാന്ന് കേട്ടോ. ഇവിടെ മുഴുവനും കണ്ടാണ്, താഴേക്ക് കണ്ടാണ്. കണ്ടത്തിൻ്റെ കരയിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ താഴെ ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഫുള്ള് നല്ല തെങ്ങുന്തോട്ടത്തിലായിട്ടുള്ള നല്ല വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന നല്ലൊരു കണ്ടാണ്. നല്ലൊരു കണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കൊതുകുകളൊക്കെ ഉള്ളൊരു കണ്ടാണ്. സോ ആ വഴിയാണ് ഞങ്ങൾ റോഡിലേക്ക് പോകുന്നത് കേട്ടോ. റോഡിൽ എന്താ വെച്ചാൽ അധികം വണ്ടിയൊന്നും വരാത്ത, അതായത് അവിടെ കാണുന്ന അത്യാവശ്യം വീടുകളിലേക്ക് മാത്രം വണ്ടികൾ വരുന്ന റോഡുകളാണത്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് പോകുന്നതിൽ ഒരു റിസ്ക്കും ഇല്ല. കാരണം ഓപ്പോസിറ്റെല്ലാം വണ്ടി വരുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഹോർൺ അടിച്ചുകൊണ്ടായിരിക്കും വരിക. കാരണം കുട്ടികളൊക്കെ ഉണ്ടാവും, കളിക്കുന്നൊരു റോഡാണ്. എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഒരുപാട് കുട്ടികൾ ഇതിലെ ഈവനിങ് സൈക്കിൾ ഓടിച്ചിട്ടും കളിച്ചിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും നല്ല രസമാണ്. ഞങ്ങൾ രക്ഷിതാക്കൾക്കും വലിയ പേടിക്കാണ്ട് കുട്ടികളെ ഇതിലെ കളിക്കാൻ വേണ്ടി വിടാൻ പറ്റും. കാരണം ചെറിയ ഒരു പോക്കറ്റ് റോഡെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ എല്ലാ വീടുകളിലേക്കും എത്താൻ പറ്റുന്ന നല്ലൊരു, കുട്ടികൾ കളിക്കാനും പറ്റുന്ന, അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു റോഡാണത്. സോ ഇപ്പം നിങ്ങൾ ബാക്കിലേക്ക് കാണുന്നില്ലേ, അവരൊക്കെ കണ്ടിട്ട് ഐശ്വര്യന് ഭയങ്കര കൗതുകമായിട്ട്. അപ്പോൾ അവൾക്കും സ്പീഡിൽ അവരെപ്പോലെ സൈക്കിൾ ഓടിക്കണം എന്നാണ് അവളിപ്പോൾ അവിടുന്ന് പറഞ്ഞത്. അവളെ കൊണ്ട് കഴിയുന്ന വിധം മാക്സിമം ചവിട്ടുന്നുമുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് കണ്ട സൈഡിലൊക്കെ ഭയങ്കര ഒരു ചളിയാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ കളിക്കാൻ വിടുമ്പം ആരും ഒറ്റക്ക് വിടാതെ നോക്കുക. മീൻസ് അങ്ങനെയല്ല, ഞാൻ ഒറ്റക്ക് വിടാറില്ല. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിടുമ്പം മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എല്ലായിടത്തും ചളിയും വെള്ളങ്ങളും ഒക്കെ ഉണ്ടാവും. മഴക്കാലത്ത് ഒരുപാട് നമ്മൾ കേൾക്കുന്നില്ലേ, മുങ്ങിമരണവും മറ്റുള്ള ചളിയിൽ താഴ്ന്നു മരിക്കുന്നതും ഒക്കെ ഞങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ വിടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, അവരുടെ കൂടെ തന്നെ പോവുക. മാക്സിമം ഇതുപോലുള്ള കണ്ടങ്ങളിലേക്കും പുഴൻ്റെ സൈഡിലേക്കും തോടുകളിലൊക്കെ കുട്ടികളെ വിടാതിരിക്കുക. കേട്ടില്ലേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മൾ പറയാറില്ലേ. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന കെയർ നമ്മുടെ മക്കൾക്ക് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് അവളുടെ 2 ഫ്രണ്ട്സിനെ കണ്ടിട്ട് അവരോട് സൊറ പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതിലൊരാൾ അവളുടെ കൂടെ പഠിക്കുന്നതും മറ്റാൾ താഴത്തൊരു വീട്ടിലുള്ള കുട്ടിയാണ്. അതിൽ ഒരാൾ അവൾ പരിചയപ്പെട്ടിട്ട് അത്രേ ആയുള്ളൂ. അതുകൊണ്ട് അവളുടെ പേര് അവൾ പറയാൻ പഠിക്കുകയാണ്, വേദലക്ഷ്മി അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. അവളത് കുറേ പറയാൻ നോക്കി, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവസാനം അവൾ ലച്ചുന്ന് വിളിപ്പിച്ചു. അതൊക്കെ ഓക്കെയാണ് കേട്ടോ, ലച്ചു അത് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ട്, സൈഡിലുണ്ട് കേട്ടോ. ആ 2 കുട്ടികളും അവിടെ സൈഡിലുണ്ട്. അവളുടെ നോട്ടം മുഴുവനും അവൾക്ക് പിന്നാലെയും മുന്നിലൊക്കെ പോകുന്ന ബാക്കിയുള്ള കുട്ടികളാണ്. കാരണം അവൾക്ക് എങ്ങനെയെങ്കിലും അവരുടെ കൂടെ എത്തണം എന്നുള്ള ഒരു ഇതാണ്. അവൾ ഇടയ്ക്ക് എൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അവൾക്ക് പേടിയുണ്ട് കേട്ടോ, ആ റോഡിൽ വണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ട്. ഞാൻ പറഞ്ഞു, വണ്ടി വരില്ല ഉമ്മില്ലേ, നീ പേടിക്കാണ്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവൾ ചില സമയങ്ങളിൽ എന്നെ നോക്കുന്നുണ്ട് തിരിഞ്ഞിട്ട്, ഞാൻ അവിടെ തന്നെ ഉണ്ടോ പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് ഈ വൈകുന്നേരങ്ങളിൽ കുഞ്ഞിനെ ഇതുപോലെ റോഡിൽ കൊണ്ട് പോകാനും അവളെ കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനവിടെ എവിടെയെങ്കിലും ഒരു മതിലിരുന്ന് ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും. കാരണം കുട്ടികളുടെ കളികളൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അവരുടെ ഓരോ ഡെവലപ്മെൻറ്റും അവർ ചെയ്യുന്ന ഓരോരോ ആക്ടിവിറ്റീസും അവരുടെ മുഖത്തുണ്ടാക്കുന്ന സന്തോഷങ്ങളും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതിനിടയിൽ അവളവിടെ വീണു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ള കുട്ടികൾ പോകുമ്പോൾ അവൾക്കും അവരുടെ കൂടെ തന്നെ സ്പീഡിൽ പോകണം. പക്ഷേ മഴയായതുകൊണ്ടും ചളി ഉണ്ടായതുകൊണ്ടും റോഡിന് നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവളവിടെ വീണപാട് ഞാൻ വിചാരിച്ച അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് കരയുന്നതായിരിക്കുന്നു. പക്ഷെ അവൾ കരഞ്ഞത് എന്ത് പറഞ്ഞിട്ടാന്ന് വെച്ചാൽ ഉമ്മ എന്നെ ഇനിയും ഓടിക്കാൻ വീഴണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരഞ്ഞേട്ടാ. അവൾ വീണിട്ടാവും വിചാരിച്ചിട്ടുണ്ടാവും ഞാനിനി വിടില്ല എന്ന്.
പക്ഷെ കുട്ടികളാകുമ്പം വീണിട്ടായിരിക്കും പഠിക്കുക. എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. വീണ് വീണ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഒന്നിൻ്റെ പേടി മാറിക്കിട്ടുക. അതുകൊണ്ട് വീണ് വീണ് പഠിക്കുന്നതിൽ എന്താ പിന്നീട് കുട്ടികളെ പഠിക്കാൻ വിടാതിരിക്കാനോ അല്ലെങ്കിൽ അവരതിന് വഴക്ക് പറയാനൊന്നും ഞാൻ നിൽക്കാറില്ല. കുട്ടികളെപ്പോഴും വീണ് വീണ് മാത്രമേ പഠിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ബോറടിപ്പിച്ചൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.